ജൂലൈ 2, 1981. പോലീസ് ഇന്നും ഉച്ചയോടെ കുട്ടികളുടെ വീടിന് മുന്നിൽ എത്തി കാത്തിരുന്നു. ഇതറിഞ്ഞ കുട്ടികൾ വീടിൻ്റെ മറുവശത്തുകൂടെ പുറത്തേക്ക് കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എങ്ങോട്ട് പോകണമെന്ന് അവർക്കറിയില്ലായിരുന്നു. പള്ളിയിലേക്ക് പോകാം എന്ന് അവർക്ക് തോന്നി. റോഡിലൂടെ പോകാതെ വയലിലൂടെയും മുന്തിരിത്തോട്ടങ്ങൾക്കിടയിലൂടെയും അവർ ദേവാലയത്തെ ലക്ഷ്യമാക്കി നടന്നു. ഇതേ സമയം ഫാദർ യോസോ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത്, പ്രത്യേകിച്ച് പോലീസിൻ്റെ ഇടപെടലും നാട്ടുകാർക്ക് അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. കുട്ടികൾ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെക്കുറിച്ച് പലരോടും ചോദിക്കാൻ തുടങ്ങി. പലരും പലതും പറഞ്ഞു. വയലിലാണ്, ഗ്രാമത്തിലാണ്, കളിക്കുകയാണ്, അങ്ങനെ. കുട്ടികളാകട്ടെ പാത്തും പതുങ്ങിയും ഓടിയും ഒളിച്ചും ദേവാലയത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു. ഫാദർ യോസോ പ്രാർത്ഥനയിലും. ഇന്നേ ദിവസമാണ് ഫാദർ യോസോയ്ക്ക് ആ ശബ്ദം കേട്ടത്: പുറത്തു പോയി കുട്ടികളെ സംരക്ഷിക്കൂ. ഈ ശബ്ദം കേട്ടതും ഫാദർ യോസോ പിന്നെ ഒരിക്കലും സംശയിച്ചില്ല. വലിയ വാതിലിലൂടെ പുറത്തു കടന്നു വന്നപ്പോഴേക്കും വിഷണറീസ് ഓടി അവിടെ എത്തിയിരുന്നു. ഞങ്ങളെ പോലീസ് പിന്തുടരുന്നു, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. അന്ന് അവരോടൊപ്പം വിസ്കയുടെ സഹോദരി അനയുമുണ്ടായിരുന്നു. ഫാദർ യോസോ അവരെ വേഗം റെക്ടറിയിലേക്ക് കൊണ്ടുപോയി ഒരു മുറിയിലാക്കി അവിടെ തന്നെ ആയിരിക്കുവാൻ നിർദ്ദേശിച്ചു. സമയം വൈകുന്നേരത്തോടടുത്തിരുന്നു. തുടർച്ചയായി 3-ാം ദിവസവും കുട്ടികളെ കുന്നിൽ കാണാതെ വന്നപ്പോൾ ആളുകൾ ദേവാലയത്തിലേക്ക് വരാൻ തുടങ്ങി. കുട്ടികൾ അവിടെയാണെന്നും ഉടനെ പള്ളിയിൽ പ്രാർത്ഥന ആരംഭിക്കും എന്നൊരു വാർത്ത അവിടെ പരന്നു. ദേവാലയത്തിൽ എത്തിച്ചേർന്ന ജനത്തെ കണ്ട് ഫാദർ യോസോ അമ്പരന്നു. ഇത്രയധികം ആളുകൾ ഈ പള്ളിയിൽ എങ്ങനെ നിൽക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശങ്ക മുഴുവൻ. അങ്ങനെ വൈകിട്ട് 5 മണിക്ക് ജപമാല ആരംഭിച്ചു. തുടർന്ന് 6 മണിക്കും ദിവ്യബലിയും. 1981 ജൂലൈ 2 തുടങ്ങിയ ഈ പ്രാർത്ഥന ഇന്നും മെഡ്ജുഗോറിയയിൽ തുടരുന്നു. ഫാദർ യോസോ ദിവ്യബലി അർപ്പിക്കാൻ കാരണം ജനങ്ങൾ പ്രത്യക്ഷീകരണത്തിൻ്റെ വെറും കാഴ്ചക്കാർ മാത്രം ആകരുത്, മറിച്ച് പങ്കാളികളും കൂടി ആകണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ്. അന്നത്തെ കുർബാന മധ്യേ ഫാദർ യോസോ ഈജിപ്തിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുള്ള മോശയുടെ യാത്രയാണ് സംസാരിച്ചത്. 40 വർഷം കൂടെ നടന്ന് അടയാളങ്ങൾ അവർക്ക് നൽകിയ നല്ലവനായ ദൈവത്തെക്കുറിച്ച് ഫാദർ യോസോ അന്ന് സംസാരിച്ചു. അതിനവസാനം ഫാദർ യോസോ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ഷണം കൊടുത്തു: ഉപവാസം ആരംഭിക്കുവാനുള്ള ക്ഷണം. നിങ്ങൾ ഉപവാസം ആചരിക്കണം, ഇന്നും നാളെയും നാളെ കഴിഞ്ഞും. ബ്രെഡും വെള്ളവും നിങ്ങൾക്ക് ഭക്ഷിക്കാം. നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അവിടുത്തെ ഹിതം വെളിപ്പെടുത്തണമെന്നും എന്തു ചെയ്യണമെന്നും അവിടുന്ന് നമ്മോട് പറയട്ടെ. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പ്രായശ്ചിത്തത്തിനും എതിരെ സ്വർഗം കണ്ണടക്കില്ല. ജനം ദേവാലയത്തിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു: ഞങ്ങൾ ഉപവസിക്കാം. അങ്ങനെ മെഡ്ജുഗോറിയൻ ഉപവാസം എന്നറിയപ്പെടുന്ന ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് 24 മണിക്കൂർ ഉപവാസം ഉടലെടുത്തു. ജനം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികൾ പരിശുദ്ധ അമ്മയെ ദർശിക്കുകയായിരുന്നു. അമ്മ പതിവ് പോലെ അവരെ ധൈര്യപ്പെടുത്തി അവർക്ക് സമാധാനം നേർന്നു. അതിനുശേഷം കുട്ടികൾ അൾത്താരയിലേക്ക് വന്ന് അവർ 7 സ്വർഗസ്ഥനായ പിതാവേ, 7 നന്മ നിറഞ്ഞ മറിയമേ, 7 ത്രിത്വസ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചു. മെഡ്ജുഗോറിയയിൽ ഇന്നും ദിവ്യബലിക്ക് ശേഷം അമ്മ പറഞ്ഞുകൊടുത്ത ഈ പ്രാർത്ഥന അഥവാ സമാധാന പ്രാർത്ഥന ചൊല്ലുന്നു. ഫാദർ യോസോ കുട്ടികൾക്ക് ലൂർദ് പ്രത്യക്ഷീകരണത്തിനെക്കുറിച്ച് ഒരു പുസ്തകം നൽകി. അതുവരെ ആ വിഷണറീസ് ഇതൊന്നും കേട്ടിരുന്നില്ല. ബെർണദീത്തായ്ക്ക് 18 പ്രാവശ്യം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അവർ ചിന്തിച്ചു. പക്ഷേ മെഡ്ജുഗോറിയയിൽ നടന്നത് അതായിരുന്നില്ല. മെഡ്ജുഗോറിയ പ്രത്യക്ഷീകരണത്തിൻ്റെ അടുത്ത ഘട്ടം ആരംഭിച്ചിരുന്നു. കുട്ടികൾക്ക് ഒറ്റയ്ക്കും ഒരുമിച്ചും ഗോസ്പ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ചിലപ്പോൾ പള്ളിയിൽ, ചിലപ്പോൾ അവരുടെ വീട്ടിൽ, മറ്റു ചിലപ്പോൾ അവരായിരിക്കുന്നിടത്ത്. ഈ പ്രത്യക്ഷീകരണം ഇന്ന് 4 ദശാബ്ദങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മെഡ്ജുഗോറിയ സന്ദർശിച്ചു മടങ്ങുന്നു. എല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നത് എന്തെന്നില്ലാത്ത സമാധാനം. അതുമാത്രമാണ് മെഡ്ജുഗോറിയയുടെ വാഗ്ദാനവും, അതാണ് മെഡ്ജുഗോറിയയുടെ വിളിയും: സമാധാനം. അമ്മ ആദ്യം തന്നെ കുട്ടികളോട് പറഞ്ഞിരുന്നു: നിങ്ങൾ ദൈവവുമായി സമാധാനത്തിലാവുക, നിങ്ങൾ പരസ്പരവും സമാധാനത്തിൽ വർത്തിക്കുക. ഇന്ന് മെഡ്ജുഗോറിയ അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ കുമ്പസാരക്കൂട് എന്നാണ്.
വിവിധ ഭാഷകളിൽ 100-ലധികം വൈദികർ അനുദിനം കുമ്പസാരിപ്പിക്കാൻ മെഡ്ജുഗോറിയയിൽ വരുന്നു. ബോസ്നിയ സെർബിയ സിവിൽ യുദ്ധത്തിലും ഒളിച്ചു പോകാതെ ചുറ്റും ബോംബുകൾ പൊട്ടിയപ്പോഴും മെഡ്ജുഗോറിയയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ ദൈവം അനുവദിച്ചില്ല. യൂറോപ്പിന് ഒരു പുതിയ ആത്മീയ ഉണർവ് നൽകി മെഡ്ജുഗോറിയ ഇന്ന് നിലനിൽക്കുന്നു. ഇന്നത്തെ ഗവൺമെന്റ് മെഡ്ജുഗോറിയയിൽ നടക്കുന്നത് തികച്ചും ആത്മീയമായ പ്രതിഭാസമാണ് എന്ന് വിലയിരുത്തി ഇടപെടാതെ മാറി നിൽക്കുന്നു. 1986 ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC മെഡ്ജുഗോറിയയെ പറ്റി ഒരു ഡോക്യുമെന്ററി ചെയ്തു. സഭ ഇത്തരം പ്രത്യക്ഷപ്പെടുകളെ എന്നും കരുതലോടെയാണ് വീക്ഷിക്കുന്നത്. 2010 ബെനഡിക്ട് 16 മാർപ്പാപ്പ കാർഡിനൽ കാമിലോ റൂനിയുടെ കീഴിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചു മെഡ്ജുഗോറിയയെക്കുറിച്ച് പഠിക്കാൻ. അവരുടെ അന്വേഷണത്തിന് ശേഷം മെഡ്ജുഗോറിയയിലെ ആദ്യ ദിവസങ്ങളിലെ പ്രത്യക്ഷീകരണങ്ങൾ അംഗീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് അവർ വിലയിരുത്തി. മെയ് 12, 2019 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മെഡ്ജുഗോറിയ തീർത്ഥാടനത്തിന് ഔദ്യോഗിക അനുമതി നൽകി. ഇന്ന് വത്തിക്കാന്റെ പ്രതിനിധിയായി ആർച്ച് ബിഷപ്പ് ഹെൻറിക് ഹോസർ എപ്പസ്തോലിക് വിസിറ്ററായി മെഡ്ജുഗോറിയയിൽ സേവനം ചെയ്യുന്നു. മെഡ്ജുഗോറിയയെ പറ്റി പറയുമ്പോൾ 5 സ്റ്റോൺസ് അഥവാ 5 കല്ലുകളെ പറ്റി പറയാതെ വയ്യ. ഗോലിയാത്തിനെതിരെ ദാവീദ് ഉപയോഗിച്ച 5 കല്ലുകളെ പോലെ സാത്താനെതിരെ 5 ആയുധങ്ങൾ നാം ഉപയോഗിക്കണം എന്നാണ് മെഡ്ജുഗോറിയ പറയുന്നത്. 1. ജപമാല, 2. ഉപവാസം, 3. പരിശുദ്ധ കുർബാന, 4. വചനവായന, 5. കുമ്പസാരം. ഇതൊന്നും നമുക്ക് അറിയാത്തതല്ല, ഇതൊന്നും നമുക്ക് പുതിയതല്ല. പക്ഷേ അമ്മ മെഡ്ജുഗോറിയയിൽ ഇത് ഓർമ്മപ്പെടുത്തുന്നു, കാരണം നാം ഇത് മറന്നുപോയിരിക്കുന്നു. 2024 ജൂൺ 25 പ്രത്യക്ഷീകരണത്തിൻ്റെ 43-ാം വാർഷികത്തിൽ ഗോസ്പ മരിയയ്ക്ക് കൊടുത്ത സന്ദേശം ശ്രവിച്ചുകൊണ്ട് അമ്മയ്ക്ക് 1000 നന്ദിയും ചുംബനവും സമർപ്പിച്ച് ഈ കൊച്ചു ഡോക്യുമെൻ്ററി അനേകം ആളുകൾക്ക് മെഡ്ജുഗോറിയയെക്കുറിച്ച് അറിയുന്നതിനും അമ്മ അനുവദിക്കുന്നെങ്കിൽ സന്ദർശിക്കുവാനും ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ആവേ മരിയ. മെഡ്ജുഗോറിയയിലെ സമാധാനരാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ ദർശകയായ മരിയയ്ക്ക് ലോകത്തിനു വേണ്ടി പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം ഇപ്രകാരമായിരുന്നു: പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ നയിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു. മക്കളെ, സമാധാനം അപകടത്തിലാണ്. കുടുംബം ആക്രമിക്കപ്പെടുന്നു. മക്കളെ, കുടുംബ പ്രാർത്ഥനയിലേക്ക് മടങ്ങാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധ ബൈബിൾ കാണാവുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക. എല്ലാ ദിവസവും അത് വായിക്കുക. മറ്റെല്ലാറ്റിനുമുപരിയായി ദൈവത്തെ സ്നേഹിക്കുക. അങ്ങനെ ഭൂമിയിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ. എന്റെ വിളിയോട് പ്രത്യുത്തരിച്ചതിന് നന്ദി.